എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഫാത്തിമ ഔട്ടായിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ലാലേട്ടൻ കട്ടക്കലിപ്പിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? എന്താണ് എന്താണ് ലാലേട്ടൻ ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ അതൊരു ബിഗ് ബോസിന്റെ ഒരു പ്ലാനിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ അങ്ങനെ കലിപ്പായിട്ട് പോകാനും മാത്രം അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ ഉണ്ട്, ചെറിയൊരു പിണക്കത്തിന്റെ പേര് അതിൽ ബ്രേക്ക് എടുക്കേണ്ട ടൈം ആയിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് ഷോർട്ട് ബ്രേക്ക് ഞാനിപ്പോൾ വരാം, ചായ കുടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ പറയത്തില്ലേ, എനിക്കൊന്ന് അതിൻ്റെ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം പോയത്. ലാലേട്ടന് ദേഷ്യം വന്നായിരുന്നു, പക്ഷെ അതിന് മാത്രം ദേഷ്യപ്പെടാനും മാത്രം ഒന്നുമില്ല ഇറങ്ങിപ്പോയത്. അവർ വിളിച്ചോണ്ട് പോയതിന് ഇതിനെക്കാട്ടി വലിയ സംഭവം ഉണ്ടായിട്ട് ലാലേട്ടൻ ദേഷ്യപ്പെട്ടില്ല. ഇത്രയും ദിവസം നടന്നതിലും നല്ല സംഭവങ്ങളാണോ? ആരിൻ്റെ കാര്യം, ഷാനവാസിൻ്റെ, നവീൻ്റെ കാര്യം, ഈ എല്ലാം ഇത്രയും മാത്രം ഇതിന് മാത്രം ദേഷ്യപ്പെട്ട് അതെ, ആ സംഭവങ്ങളൊക്കെയാണ് ഇതിനെക്കാട്ടും മുന്നേ ഇറങ്ങിപ്പോകേണ്ട സംഭവങ്ങളാണ്. മനസ്സിലായോ? അതിനൊന്നും ഇറങ്ങിപ്പോകാത്ത ലാലേട്ടനും ഈ അവള് എവിക്റ്റ് ആകാതായപ്പോൾ അനുമോളും നൂറേയും കൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചതിന് സന്തോഷിക്കേണ്ട ലാലേട്ടനാണ്. പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ ഒന്നും അത് ബ്രേക്ക് ടൈമാണ് ഒന്നും. പിന്നെ ഇത് ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. അതല്ലാതെ കട്ടക്കലിപ്പും കൊണ്ട് മൂന്ന് ലാലേട്ടൻ അങ്ങനെ പറ്റത്തുമില്ല. അതിപ്പം ബിഗ് ബോസിൻ്റെ ഒരു പ്ലാനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കെല്ലാം അത് അഭിപ്രായം തന്നെ ആയിരിക്കും. ഒരു പ്രമോലൊക്കെ കാണിച്ചപ്പോൾ എന്തോ വലിയ സംഭവം സംഭവിച്ചെന്നുള്ള രീതിയിലാണ് പോയേക്കുന്നത്. പിന്നെ തന്നെ അത് കാണിച്ചപ്പോൾ തന്നെ പല ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട്. അനുമോളോട് ലാലേട്ടൻ എന്താണ് ഇത്ര ദേഷ്യം, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അതിന് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇവർക്ക് മനസ്സിൽ അതൊരു അടുത്ത ആഴ്ച വരുന്നിടം വരെ ഒരു ടെൻഷനായിരിക്കും. നൂറയുടെയും ആദിലയുടെയും അനുമോളുടെയും മനസ്സ്. അന്ന് ഷാനവാസ് പറയുന്നുമുണ്ട്, ലാലേട്ടന് നമ്മളെ മക്കളായിട്ടാണ് കാണുന്നത്, ചെറിയ പിള്ളേരായിട്ടും മക്കളായിട്ടൊക്കെയാണ്. അപ്പോൾ ലാലേട്ടന് ഒരിക്കലും നമ്മളോട് പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അത് സത്യമാണ് കേട്ടോ. ഷാനവാസ് പറഞ്ഞ 100% സത്യമാണ്. ഇതിനെക്കാട്ടി വലിയ സംഭവം ഇട്ടിട്ട് പിണങ്ങി പോകാത്ത ലാലേട്ടന് എന്തൊരു നിസ്സാര കാര്യത്തിന് വേണ്ടി പിണങ്ങി പോയില്ല. അതൊരു കളിപ്പീരാണ്. അതായത് കളിപ്പീരെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ബ്രേക്ക് ടൈം അങ്ങനത്തെ ചെറിയൊരു ചൂടായ ഒരു ചില സൗന്ദര്യപ്പണൊക്കെ വരത്തില്ലേ, ചിലപ്പോൾ എന്നോട് മിണ്ടിയില്ല, പോ ഞാൻ ഇന്നലെ മിണ്ടത്തില്ലെന്ന് പറഞ്ഞ ഒരു രീതിയിൽ പോയതാണ്. അല്ല വേറെ സീരിയസ് ആയിട്ടുള്ളതൊന്നും അല്ല. അടുത്ത ആഴ്ച ഇതിൻ്റെ എല്ലാം കൂടെ സോറി വേണമെങ്കിൽ ലാലേട്ടൻ പറയും. ഇതിനെക്കാട്ട് കൂടുതൽ അവരെ ഇട്ട് കളിപ്പിക്കുന്നത് കാണുന്നുണ്ടോ? അടുത്ത ആഴ്ച ആദിലയും നൂറയും അനുമോളോടും നല്ല രീതിയിൽ ലാലേട്ടൻ പോയി ഇടപാട്. കാരണം ഇപ്പം തന്നെ ലാലേട്ടന് പൊങ്കാലയിടാൻ ആൾക്കാർ തുടങ്ങിക്കാണും അല്ലേ? ഇപ്പം തന്നെ എടുത്താൽ തന്നെ ലാലേട്ടൻ എന്താണ് അനുമോളോട് ഇത്ര പ്രശ്നം, എന്താണ് ആദിലോട് ഇഷ്ടപ്പെടുന്നത്, എന്താണ് ഇത്ര നൂറോട് ഇഷ്ടപ്രശ്നമെന്ന് ലാലേട്ടനെ പൊങ്കാലയ്ക്കിടാൻ സ്റ്റാർട്ടായി കാണും ഓൾറെഡി. അതുകൊണ്ട് എന്തായാലും ലാലേട്ടൻ അടുത്ത ആഴ്ച വരുമ്പോൾ ഇവിടെ നല്ല സ്നേഹത്തിലായിരിക്കും ഇടപെടുന്നത്. നോക്കിയോ, അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്നാലും നൂറ എൻ്റെ ഇടയിൽ പറഞ്ഞോട്ടെ, നൂറയല്ല, നമ്മുടെ റെന ഫാത്തിമ ഔട്ടായിട്ടുണ്ട്. അങ്ങനെ റെന ഫാത്തിമ ഔട്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞ റെന ഫാത്തിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ അറിയാമല്ലോ, ചീവിൻ്റെ സ്വരം വെച്ചിട്ട് ഫസ്റ്റ് വീക്ക് അല്ലെ സെക്കൻഡ് വീക്കിൽ തന്നെ എല്ലാവരും പുറത്താക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് സോഷ്യൽ മീഡിയ മുഴുവനും റെനയ്ക്കെതിരായിട്ട് നിന്നൊരു സംഭവമായിരുന്നു. അന്ന് ആരിൻ്റെയും ഗിസേലിൻ്റെയും കൂടെ നിന്നിട്ട് സൈഡിൽ നിന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു റെന അല്ലേ? അപ്പോൾ പക്ഷേ ഇപ്പോൾ ഗിസേലിനോടും ആര്യനോടൊക്കെ പിണങ്ങിയിട്ട് അനുമോടെയും മറ്റുള്ളവരുടെ എല്ലാവരുമായിട്ടും അവരോട് മാത്രമല്ല എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്ത് നോർമലായിട്ട് വഴക്കിടുന്നുണ്ട്. നോർമലായിട്ട് പഴയ പോലത്തെ ചിലപ്പൊന്നുമില്ല. അതും വൈൽഡ് കാർഡ് വന്നതിന് ശേഷം സത്യാവസ്ഥ അനുവിന് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം, ഇവർക്ക് നെഗറ്റീവാണെന്ന് അറിഞ്ഞതിന് ശേഷം എല്ലാവരോടും മിങ്കിൾ ചെയ്ത് അങ്ങനെ വന്നപ്പോൾ ഓൾറെഡി ഇപ്പോൾ 50ാമത്തെ ദിവസം ഇറങ്ങിപ്പോകുന്നതെന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നേരത്തെ ആയിരുന്ന ഫുള്ള് നെഗറ്റീവായിരുന്നു. ഇപ്പം ഒരുവിധം പോസിറ്റീവായിട്ടാണ് റെന ഇറങ്ങിയിട്ടുള്ളത്. ഫുള്ളല്ല, ഒരു 50-60% പോസിറ്റീവ് ഇതായിട്ടാണ് റെന ഇറങ്ങിപ്പോകുന്നത്. ഇപ്പോൾ ആ ആഴ്ചയിലൊക്കെ ഇറങ്ങിപ്പോകുന്നത് ഇപ്പം ലവ്ക്ക് പറ്റിയതിൻ്റെ കൂട്ടായിരുന്നു. ആളുകളോടൊക്കെ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ 50ാമത്തെ എപ്പിസോഡിൽ ഒരുവിധം നെഗറ്റീവൊക്കെ മാറി കുറച്ചൊരു പോസിറ്റീവൊക്കെ ആയിട്ടാണ് റെന പോകുന്നത്. അതുകൊണ്ട് റെനയ്ക്ക് ഏറ്റവും ബെറ്റർ ആകട്ടോ അങ്ങനെ പോകുന്നത് കൊണ്ട്. ഇല്ലെങ്കിൽ പെട്ടുപോയേനെ റെന. എന്തായാലും നല്ലതായി റെന പോയത്. ഇപ്പം ഓരോരുത്തരും ആര്യനാണോ എനിക്കറിയത്തില്ല എന്ത് പറ്റി നീ ആര്യനെ ഇവർ കളയാത്തതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പോൾ പറയുന്നതിൻ്റെ തൊട്ട് അതിനൊരു വീഡിയോ ഞാൻ വീണ്ടും വേറെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നോക്കാം. എന്തായാലും റെന പോയിട്ടുണ്ട്. അപ്പം അടുത്ത ആഴ്ച വേറെ ആൾക്കാർ പോവും. 2 പേര് പോകേണ്ടതായിരുന്നു. പക്ഷെ ഇന്ന് 50ാമത്തെ എപ്പിസോഡായിട്ട് കളഞ്ഞെങ്കിലും 2 പേരെ വിടായിരുന്നു. എന്തായാലും നല്ലത് വരട്ടെ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ, ടാറ്റാ.